ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലത്ത് വൻ തീപിടുത്തം. കൊല്ലം കൊട്ടിയത്താണ് വൻ തീപിടുത്തം. കൊട്ടിയത്തെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ തീ പിടിച്ചിരിക്കുന്നു. വലിയ രീതിയിൽ തീ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുകയാണെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അവിടെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം നടക്കുകയാണ്. കൊല്ലം കൊട്ടിയത്താണ് സ്റ്റുഡിയോ കോംപ്ലക്സിൽ തീ പിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. തീ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരുകയാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അധികൃതർ കനത്ത ജാഗ്രത നിലനിർത്തി രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണുന്ന ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ഒരു പുക ഉയരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു. ആ തീ ആളിക്കത്തുന്ന ദൃശ്യങ്ങളാണ്. അത് അല്പസമയം മുമ്പത്തെ ദൃശ്യങ്ങളാണ്, നേരത്തെയുള്ള ദൃശ്യങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. കൊല്ലം കൊട്ടിയത്ത് വ്യാപാര സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. അതൊരു വലിയൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ ഒരു വ്യാപാര സ്ഥാപനത്തിൽ തീ പിടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലേക്കുമൊക്കെ തീ പടരുന്നൊരു സാഹചര്യം പൊതുവെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആകുമ്പോൾ അപ്പോൾ അത് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടരാതെ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകാതെ ഈ തീ അണയ്ക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സ് അധികൃതർ നടത്തി വരുന്നത്. കൊട്ടിയത്ത് ഇപ്പോൾ ആ ഒരു ഭാഗത്ത് ജനക്കൂട്ടം കാണാം, ജനനിബിഡമാണ്. ഈ ഒരു ദൃശ്യങ്ങൾ കണ്ട് ഈ ഒരു പുക ഉയരുന്നത് കണ്ട് എത്തിയ ആളുകൾ തന്നെയാകാം അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ വ്യാപാര സ്ഥാപനത്തിൽ ഈ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ഈ വ്യാപാര സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ആ ഒരു കൂട്ടത്തിൽ, ആ ദൃശ്യങ്ങളിലെ ആ ഒരു ജനക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും ഫയർഫോഴ്സ് അധികൃതർ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. തീ വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യമുണ്ട്. ഏറെക്കുറെ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ള ചില വിവരങ്ങളൊക്കെ ഈ ഒരു നിമിഷം ലഭിക്കുന്നുണ്ട്. എന്തായാലും അതൊരു വലിയൊരു തീപിടുത്തമാണെന്നുള്ളത് ആ ദൃശ്യങ്ങളിലെ ആ പുക ഉയരുന്ന ആ ഒരു തോത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജനക്കൂട്ടവും അവിടെയുണ്ട്. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി ആ ഒരു തീയണയ്ക്കാനുള്ള ശ്രമം. 2 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് എത്തിയത്. തീപിടുത്തത്തിൻ്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ആ തീ അണയ്ക്കാനായിട്ടുള്ള ശ്രമം തുടരുകയാണ്. കൊല്ലത്താണ് ഈ ഒരു വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കൊട്ടിയത്താണ്. ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കുന്നത് ഒരു വളരെ ഇടുങ്ങിയ ഒരു ടൗണാണ് കൊട്ടിയം ടൗൺ എന്ന് പറയുന്നത്. കൊട്ടിയം ടൗണിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പ്രദേശമാണത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള ഇത്തരത്തിലുള്ള നിരവധി കോംപ്ലക്സുകൾ നമ്മൾ പല ഭാഗങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു തീ പടരുമ്പോൾ തൊട്ടടുത്തേക്കുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അത് വ്യാപകമായി അത് ബാധിക്കാനുള്ള സാധ്യതകൾ അത്രയേറെ കൂടുതലാണ്. അത്രയേറെ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ഒരാളപായത്തിലേക്കൊന്നും എത്തിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു പുകയുരുന്ന തോത് കണ്ടാൽ നമുക്ക് ഏറെക്കുറെ നമുക്കത് മനസ്സിലാകും. ഒരു നാശനഷ്ടം എന്തായാലും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആളപായത്തിലേക്കൊന്നും ഒരു ആളപായവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു നിമിഷം ലഭിക്കുന്ന വിവരം. എന്തായാലും ആ ഒരു തീ അണയ്ക്കാനുള്ള ശ്രമം കൃത്യമായി തന്നെ ഫയർഫോഴ്സ് അധികൃതർ നടത്തിപ്പോരുന്നു. 2 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ആ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ഈ ഒരു 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടുതൽ യൂണിറ്റുകളെ വിന്യസിപ്പിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകും. നിലവിൽ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു സൂചന മാത്രമേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഒരു അവ്യക്തമായൊരു സൂചനയാണ് ഈ ഒരു തീപിടുത്തത്തിൻ്റെ കാരണം. എന്നാലും പൂർണ്ണമായും വ്യക്തമല്ല. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള ആ ഒരു സൂചനയിലേക്ക് നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക്, ആ ഒരു അനുമാനത്തിലേക്ക് മാത്രം ഈ ഒരു നിമിഷം സ്ഥിരീകരിക്കാത്ത ഒരു നിഗമനമാണ്. അതിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അതിനെ തുടർന്ന് ഇനിയിപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ ഈ ഒരു രക്ഷാപ്രവർത്തനം, ഈ ഒരു തീയണക്കൽ ശ്രമം ഒക്കെ പൂർത്തിയായ ശേഷം അവർ കൃത്യമായൊരു വിവരം നൽകും. അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു സ്ഥിരീകരണം ലഭിക്കും. എന്താണ് ഈ ഒരു തീപിടുത്തത്തിൻ്റെ കാരണം എന്നുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് സൂചന നിലവിലുള്ളത്. കൊല്ലത്ത് കൊട്ടിയത്ത് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. അതൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ്. തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പോകെ തീ പടരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് അധികൃതർ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്.